Hey bitches. It's recording it. I was actually sleeping a little. ബിഗ് ബോസ് മലയാളം സീസൺ 4-ലെ വൈൽഡ് കാർഡ് എൻട്രിയായി എത്തി ആദ്യം പ്രേക്ഷകരുടെ വെറുപ്പും പിന്നീട് ഒരുപാട് സ്നേഹവും ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് റിയാസ് സലീം. LGBTQ കമ്മ്യൂണിറ്റിയെപ്പറ്റി വ്യക്തതയോടെ സംസാരിച്ച് തൻ്റെ നിലപാടുകൾ ആരെയും പേടിക്കാതെ റിയാസ് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഫെമിനിസ്റ്റും LGBTQ അനുഭാവിയുമായ റിയാസ് സ്ത്രീകളെ അപമാനിച്ചു എന്ന് പറഞ്ഞാണ് വിവാദമുണ്ടായിരിക്കുന്നത്. ക്യൂർഫോബിക് ആയിട്ടുള്ള അഥവാ LGBTQ കമ്മ്യൂണിറ്റിയെ വെറുക്കുന്ന പുരുഷന്മാരെ സുഹൃത്തുക്കളാക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യുന്ന സ്ത്രീകളുണ്ടെങ്കിൽ ഒരു ജീവിതം നേടൂ നായ്ക്കളെ എന്ന് റിയാസ് കുറച്ച് ദിവസം മുൻപ് ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു. ഇതിന് പിന്നാലെ ബിഗ് ബോസ് സീസൺ 6 താരം അഭിഷേക് ശ്രീകുമാർ ഉൾപ്പെടെ നിരവധി പേരാണ് പ്രതിഷേധവുമായി എത്തിയത്. റിയാസിന്റെ സുഹൃത്തുക്കളിൽ തന്നെ അവരുടെ അച്ഛനമ്മമാർ LGBTQ കമ്മ്യൂണിറ്റിയെ അംഗീകരിക്കാത്തവർ ഉണ്ടാവില്ലേ? അവരെയും കൂടി ചേർത്താണോ തെറി പറഞ്ഞത്? ഫെമിനിസ്റ്റ് എന്ന് സ്വയം പറഞ്ഞിട്ട് സ്ത്രീകളെ തന്നെ ചീത്ത പറയുന്നത് മോശമാണ് എന്നിങ്ങനെ വിമർശനങ്ങൾ ഉയർന്നു. നിരവധി പേരാണ് റിയാസിനെ സോഷ്യൽ മീഡിയയിൽ അൺഫോളോ ചെയ്തത്. ഒരു പ്രശ്നം വരുമ്പോൾ ഇട്ടിട്ട് പോകുന്നവരല്ല, നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളെ മനസ്സിലാക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കളെന്ന് റിയാസ് പറഞ്ഞു. റിയാസിൻ്റെ മറ്റൊരു വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെ: ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ എന്നെ വിളിച്ചു. എൻ്റെ ഫെമിനിസം LGBTQ സ്റ്റോറീസ് ഒക്കെ കാണാറുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കുന്നില്ല. ഒന്നുകിൽ ഒരു ഡിബേറ്റിന് തയ്യാറാവണം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് തിരുത്തണം എന്നാവശ്യപ്പെട്ടു. അതിന് റിയാസിൻ്റെ മറുപടി ഇങ്ങനെ: Who do you think you are? Like, I will put whatever I want in my social media, which I think is right. Okay?